വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 299 ആണ് പഠിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 11 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. സത്രേ മമാസ ഭഗവൻ ഹയശീരഷാധോ സാക്ഷാൽ സയജ്ഞപുരുഷ തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖില ദേവതാത്മാ വാചോ ബഭൂവുരുശതി ശ്വസതോന്നോസ്യ നസ്ത മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖില ജീവനികായകേത വിശ്രംസിതാനുരുഭയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗാൻ ക്ഷീരോദധാവമരദാനവയൂഥപാനാം ഉന്നതാം അമൃതലബ്ധയ ആദിദേവ പൃഷ്ഠേന കച്ഛപവപുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകണ്ഡൂഃ ത്രൈവിഷ്ടവോരുഭയഃ സ നൃസിംഹരൂപം കൃത്വാ ഭ്രമദ്ഭൃഗുഡിദം ശ്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശു ഗദയാഭിപതന്തമാരാദൂരൗ നിപാത്യ വിദധാരനഖൈസ്ഫുരന്തം അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥപതിരംബുജഹസ്ത ആർത്ത ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ ശ്രുത്വാ ഹരിസ്തമരണാർത്ഥിനമപ്രമേയ ചക്രായുധ പദഗരാജഭുജാധിരൂഢ ചക്രേണ നക്രബദനം വിനിപാട്യ തസ്മാൽ ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര ജ്യായാൻ ഗുണൈരവരജോപ്യതിദേ സുതാനാം ലോകാൻ വിചക്രമൈമൻ യതഥാധിയജ്ഞ ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ഛലേന യാജ്ഞാമൃതേ പഥിചരൻ പ്രഭുഭിർന ചാല്യ നാർത്ഥോ ബലേരയമുരുക്രമപാദശൗചമാപശിഖ
ആർത്ഥോ ബലേരയം ഉരുക്രമപാദശൗചമാപശിഖ ധൃതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതമൃതേ ന ചികീർഷദന്യദാത്മാനമംഗ ശിരസ ഹരേഭിമേനേ തുഭ്യം ച നാരദഭൃശം ഭഗവൻ വിവൃദ്ധഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവ ശരണ വിദുരഞ്ജസൈവ ചക്രം ജതിക്ഷ്വവിഹതം ദശസുസ്വതേജോ മന്വന്തരേഷു മനുവംശധരോ വിഭർത്തി ദുഷ്ടേഷു രാജസുതമം വ്യദധൽ സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ഠ ഉശതിം പ്രഥയൻ ചരിത്രൈഃ ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാമ്നാ നൃണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേ ജഭാഗമമൃതായുവവാവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യ ലോകേ ക്ഷത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മധൃഗുച്ഛിതപഥം നരകാർത്തിലിപ്സു ഉദ്ധന്ത്യസാവനികണ്ഡകമുഗ്രവീര്യത്രിസപ്തകൃത്വ ഉരുധാര പരശ്വധേന അസ്മൽ പ്രസാദ സുമുഖ കലയാ കലേശ ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർനിദേശേ തിഷ്ഠൻ വനം സദൈതാനുജ ആവിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ചൽ. 11 മുതൽ 23 വരെയുള്ള ഇത്രയും ശ്ലോകങ്ങളുടെ പദങ്ങളും പദാർത്ഥവും അന്വയവും അന്വയാർത്ഥങ്ങളും നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ, പ്രാർത്ഥിക്കാം. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്ലോകം 11. സത്രേ മമാസ ഭഗവൻ ഹയശീരഷാധോ സാക്ഷാൽ സയജ്ഞപുരുഷ തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖില ദേവതാത്മാ വാചോ ബഭൂവുരുഷദീ ശ്വസദോസ്യ നസ്തഃ. തപനീയവർണ്ണ സ്വർണനിറമുള്ളവനും ഛന്ദോമയ വേദസ്വരൂപനും മഖമയ യാഗസ്വരൂപനും അഖില ദേവതാത്മാ സകല ദേവസ്വരൂപനും യജ്ഞപുരുഷ യാഗഫലദാതാവുമായ സ ഭഗവൻ ആ ശ്രീഹരി സാക്ഷാൽ പ്രത്യക്ഷമായിട്ട് ഹയഗ്രീവനായിട്ട് മമ എന്റെ സത്രേ സത്രരൂപമായ യാഗത്തിൽ ആസ ഭവിച്ചു. ശ്വസത ശ്വാസം വിടുന്ന അസ്യഹ ഇവന്റെ നസ്ഥ നാസികയിൽ നിന്ന് ഉശദീഹി മനോഹരങ്ങളായ വാച വാക്കുകൾ ബഭൂവു ഉണ്ടായി.
ഹയഗ്രീവ അവതാരത്തെ പറയുന്നു. ഹയഗ്രീവൻ ആയിട്ട് ഭഗവാൻ എടുത്ത അവതാരം ശ്രീമദ് ഭാഗവതത്തില് പ്രത്യേകിച്ച് ഒരു ഭാഗമായിട്ടോ കഥാഭാഗമായിട്ടോ പറഞ്ഞു തരുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സ്തുതികളിലൂടെ ആ ഹയഗ്രീവ അവതാരത്തെ കുറിച്ചുകൂടി പറഞ്ഞു തരുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടണം. ഹയഗ്രീവ അവതാരം സുവർണം പോലെ നിറമുള്ളവനും വേദസ്വരൂപനും യാഗസ്വരൂപനും സകല ദേവസ്വരൂപനും യജ്ഞപുരുഷനുമായ ആ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കുതിരയുടെ മുഖം പോലെയുള്ള മുഖത്തോടു കൂടിയവനാകയാൽ ഹയഗ്രീവൻ എന്നു പേരോടുകൂടി എന്റെ യാഗത്തിൽ അവതരിച്ചു. ആ ഹയഗ്രീവന്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്കുകള് പുറപ്പെട്ടു. അടുത്ത ശ്ലോകം 12. മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖില ജീവനികായകേത വിശ്രംസിതാനുരുഭയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗാൻ. യുഗാന്തസമയേ യുഗാവസാനത്തിൽ മനുവിനാൽ ഉപലബ്ധ കാണപ്പെട്ടവനും ക്ഷോണീമയ ഭൂമിയെ സ്വരൂപമായി ധരിച്ചവനും നിഖില ജീവനികായകേത സകല ജീവികൾക്കും ആശ്രയഭൂതനും മത്സ്യരൂപമുള്ളവനുമായ ഭഗവാൻ ഉരുഭയേ മഹാഭയസ്ഥാനമായ സലിലേ ജലത്തിൽ മേ എന്റെ മുഖത്തിൽ നിന്നു വിശ്രംസിതൻ പുറത്തേക്ക് പോയതായ വേദമാർഗൻ വേദഭാഗങ്ങളെ ആദായ ഗ്രഹിച്ചിട്ട് തത്ര അതിൽ വിജഹാര കളിച്ചു. ആശ്ചര്യം. ഇവിടെ മത്സ്യാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. മത്സ്യാവതാരം ഇവിടെ വർണ്ണിക്കുന്നു. യുഗാവസാനത്തിലെ പ്രളയകാലത്തിൽ വൈവസ്വതമനുവാൻ പോകുന്ന സത്യവ്രതൻ എന്ന രാജാവിനാൽ ദർശിക്കപ്പെട്ടവനും ഭൂമിയെ പ്രധാനമായി സ്വരൂപത്വേന അംഗീകരിച്ചവനും സകല ജീവരാശികൾക്കും ആശ്രയഭൂതനും മത്സ്യസ്വരൂപിയുമായ ഭഗവാൻ ശ്രീഹരി മഹാഭയത്തെ ജനിപ്പിക്കുന്ന പ്രളയകാലത്തിലെ ജലത്തിൽ എന്റെ മുഖത്തിൽ നിന്നു നിർഗളിച്ചതായ വേദങ്ങളുടെ ഭേദങ്ങളെ ഗ്രഹിച്ചും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. ആശ്ചര്യം. ശ്ലോകം 13. ക്ഷീരോദധാവമരദാനവയൂഥപാനാം ഉന്മഥ്നതാം അമൃതലബ്ധയ ആദിദേവ പൃഷ്ഠേന കച്ഛപവപുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകന്ധൂ നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകണ്ഡൂ. അമൃതലബ്ധയെ അമൃതത്തിന്റെ ലാഭത്തിനായിക്കൊണ്ട് ക്ഷീരോദധൗ പാൽക്കടലിൽ അമരദാനവയൂഥപാനാം ദേവന്മാരുടെയും അസുരന്മാരുടെയും സംഘാധിപന്മാർ ഉന്മഥനം ചെയ്യുമ്പോൾ കച്ഛപവ ആമയുടെ രൂപത്തോടു കൂടിയവനും നിദ്രയാകുന്ന ഉത്സവത്തെ അംഗീകരിച്ചവനും അദ്രിപരിവർത്തകഷാണ കണ്ടൂഹു പർവ്വതത്തിന്റെ പരിവർത്തനമാകുന്ന സംഘർഷണത്താൽ നീക്കപ്പെട്ട ചൊറിച്ചിലോടുകൂടിയവനും ആദിദേവ
ആദിദേവനുമായ ഭഗവാൻ മുകുന്ദൻ പൃഷ്ഠേന പിൻഭാഗം കൊണ്ട് ഗോത്രം പർവ്വതത്തെ വിദധാര ധരിച്ചു. ഇവിടെ ഗോത്രം എന്ന് പറയുന്നത്, ഗോത്രം എന്നുള്ളതിന് പല ഇടത്തും പല അർത്ഥങ്ങളുമാണ് കാണുക. ഇവിടെ ഗോത്രം എന്നാൽ ശ്രദ്ധിക്കുക, ഈ 7-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മസ്തുതിയില് കൂർമാവതാര ശ്ലോകത്തിൽ ഗോത്രം എന്നത് പർവ്വതത്തെ എന്നാണ് അർത്ഥം. കൂർമാവതാരത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരുന്നു. കൂർമാവതാരം ദേവന്മാരിലും അസുരന്മാരിലും ഉള്ള ശ്രേഷ്ഠന്മാരൊരുമിച്ച് അമൃതത്തെ എടുക്കുവാൻ വേണ്ടി പാൽക്കടലിനെ മഥനം ചെയ്യുമ്പോൾ ആമയുടെ സ്വരൂപത്തെ ധരിച്ചവനും നിദ്രാസമയത്തോടു കൂടിയവനും മന്ദരപർവ്വതത്തിന്റെ ചുറ്റലാകുന്ന ചൊറിച്ചിലിനാൽ ചൊറി നീങ്ങിയവനുമായ ആദിഭാഗങ്ങളെ കൊണ്ട് മന്ദര പർവ്വതത്തെ ധരിച്ചു. ഇങ്ങനെയാണ് കൂർമാവതാരത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത ശ്ലോകം, ത്രൈവിഷ്ടപോരുഭയഹാസ നൃസിംഹരൂപം കൃത്വാ ഭ്രമൽ ഭൃഗുഡിദംഷ്ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശുഗദയാഭിപതന്തമാരാദൂരൗ നിപത്യ വിദധാര നഖൈഃ സ്ഫുരന്തം. ത്രൈവിഷ്ടപോരുഭയഃ ദേവന്മാരുടെ മഹാഭയത്തെ സംഹരിക്കുന്നവനായ സഹ അവൻ ഭ്രമൽ ഭൃഗുഡിദംഷ്ട്രകരാളവക്ത്രം ചലിക്കുന്ന പുരികങ്ങളെ കൊണ്ടും ദംഷ്ട്രകളെ കൊണ്ടും ഭയങ്കരമായ മുഖത്തോടുകൂടിയ നൃസിംഹരൂപം നരസിംഹരൂപത്തെ കൃത്വ എടുത്തിട്ട് സ്ഫുരന്തം പ്രകാശിക്കുന്നവനും ദൈത്യേന്ദ്രം അസുരശ്രേഷ്ഠനും ഗദയ ഗദയോടുകൂടെ ആരാത് അടുത്തു അഭിപതന്തം നേരിട്ടു വരുന്നവനുമായ തം അവനെ ആശു വേഗത്തിൽ ഊരൗ തുടയിൽ നിപാത്യ വീഴ്ത്തിയിട്ട് നഖൈ നഖങ്ങൾ കൊണ്ട് വിദധാര പിളർന്നു. നരസിംഹാവതാര രംഗം വർണ്ണിക്കുന്നു. ദേവന്മാർക്കുണ്ടായ മഹാഭയത്തെ തീർക്കുന്ന ആ ഭഗവാൻ പരിഭ്രമിക്കുന്ന പുരികങ്ങളും ദംഷ്ട്രകളും നിമിത്തം ഭയങ്കരമായ മുഖത്തോടുകൂടിയ നരസിംഹ രൂപത്തെ സ്വീകരിച്ചിട്ട് കയ്യിൽ ഗദയും പിടിച്ച് തന്റെ നേർക്ക് പാഞ്ഞുവരുന്ന ഹിരണ്യകശിപുവിനെ ക്ഷണത്തിൽ തുടയിൽ കിടത്തിയിട്ട് നഖങ്ങൾ കൊണ്ട് പിളർന്നു. ശ്ലോകം 15, അന്തസ്സരസ്സുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥപതിരംബുജഹസ്ത ആർത്ത ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്രവശ്രവണ മംഗളനാമധേയ. അന്തസ്സരസി സരസിന്റെ അന്തർഭാഗത്തിൽ ഉരുബലേന മഹത്തായ ബലത്തോടുകൂടിയ ഗ്രാഹേണ മുതലയാൽ പദേ കാലിൽ ഗൃഹീത ഗ്രഹിക്കപ്പെട്ട യൂഥപതി ആനകളുടെ അധിപൻ ആർത്ത ദുഃഖിതനും അംബുജഹസ്ത കയ്യിൽ താമരപ്പൂവോടുകൂടിയവനുമായിട്ട് ആദിപുരുഷ അല്ലയോ ആദിയിലുള്ള പുരുഷ അഖില ലോകനാഥ സകല ലോകത്തിന്റെയും രക്ഷിതാവേ തീർത്ഥവ പരിശുദ്ധമായ കീർത്തിയുള്ള ദേവ ശ്രവണമംഗളനാമധേയ ശ്രവണം കൊണ്ടുതന്നെ മംഗളത്തെ ഉണ്ടാക്കുന്ന നാമധേയത്തോടു കൂടിയവനെ ഇദം എന്നിങ്ങനെ ആഹ പറഞ്ഞു. ഏറ്റവും ശക്തിയുള്ള മുതല കാലിൽ പിടിച്ച് സരസിന്റെ ഉള്ളിൽ വെച്ച് വലിക്കുമ്പോൾ ദുഃഖിതനും ആനക്കൂട്ടങ്ങളുടെ അധിപനുമായ ഗജശ്രേഷ്ഠൻ താമരപ്പൂവിനെ തുമ്പിക്കൈയിൽ പിടിച്ചും കൊണ്ട് ഹേ ആദിപുരുഷ സകല ലോകങ്ങൾക്കും നാഥ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനെ കേട്ട മാത്രത്തിൽ മംഗളത്തെ കൊടുക്കുന്ന
കൊടുക്കുന്ന ഭഗവാൻ, മംഗളത്തെ കൊടുക്കുവാൻ തക്ക വൈഭവമുള്ള നാമത്തോടു കൂടിയവനെ എന്നിങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തോത്രം ചെയ്തു. അടുത്ത ശ്ലോകം 16. ശ്രുത്വാ ഹരിസ്തമരണാർത്ഥിനമപ്രമേയ ചക്രായുധ പദഗരാജഭുജാധിരൂഢ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാദ്ഹസ്തേ പ്രഗൃഹ്യ ഭഗവൻ കൃപയോജ്ജഹാര. ഇവിടെ 15, 16 എന്നീ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഗജേന്ദ്രമോക്ഷം, ശ്രീഹരിയുടെ പ്രഭാവം, അതായത് ശ്രീഹരിയായിട്ട് ഭഗവാൻ വന്ന് ഗജേന്ദ്രനെ മോചിപ്പിക്കുന്ന കഥാഭാഗമാണ് അനുസ്മരിക്കുന്നത്. അപ്രമേയ, പരിച്ഛേദിപ്പാൻ കഴിയാത്തവനും ചക്രായുധ, ചക്രമാകുന്ന ആയുധത്തോടുകൂടിയവനും പദഗരാജഭുജാധിരൂഢ, പക്ഷിരാജന്റെ മുകളിൽ കയറിയവനുമായ ഹരി, ശ്രീഹരി. ശ്രുത്വാ, കേട്ടിട്ട്, നക്രവദനം, മുതലയുടെ മുഖത്തെ, ചക്രേണ, ചക്രത്താൽ, വിനിപാട്യ, പിളർന്നിട്ട്, അരണാർത്ഥിനം, രക്ഷയെ അപേക്ഷിക്കുന്ന, തം, ആ ഗജേന്ദ്രനെ, ഹസ്തേ, കയ്യിൽ, പ്രഗൃഹ്യ, പിടിച്ചിട്ട്, തസ്മാൽ, ആ മുതലയിൽ നിന്ന്, കൃപയാ, കരുണയോടുകൂടെ, ഉജ്ജഹാര, ഉയർത്തിവിട്ടു. ആരാലും പരിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയവനും ചക്രായുധനും ഗരുഡവാഹനനുമായ ശ്രീഭഗവാൻ മേൽപ്പറഞ്ഞ വിധം സ്തുതിക്കുന്നതിനെ കേട്ടിട്ട് ചക്രായുധം കൊണ്ട് മുതലയുടെ മുഖത്തെ പിളർന്നിട്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടു നിൽക്കുന്ന ആ ഗജേന്ദ്രന്റെ തുമ്പിക്കൈയിൽ പിടിച്ച് മുതലയുടെ മുഖത്തിൽ നിന്ന് കരുണയോടെ പരിപാലിച്ചു. ഈ അവതാരത്തിന് ഹരി എന്ന് പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഹരി എന്ന അവതാരം. ശ്ലോകം 17. ജായൻ ഗുണൈരവരജോപ്യതിദേ സുദാനം ലോകൻ വിചക്രമ ഇമാന്യദധാധിയജ്ഞ ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ഛലേന യാജ്ഞാമൃതേ പതി ചരൻ പ്രഭുഭിർനചാല്യ. അധിയജ്ഞ, യജ്ഞങ്ങളുടെ അധിപതി, അതിദേഹ, അതിഥിയുടെ സുദാനാം, പുത്രന്മാരുടെ കൂട്ടത്തിൽ, അവരജ അപി, ഇളയവനെങ്കിലും, ഗുണൈഹി, ഗുണങ്ങളാൽ, ജ്യായാൻ, ജ്യേഷ്ഠൻ, എന്തുകൊണ്ടെന്നാൽ വാമനേന, വാമന രൂപത്തോടുകൂടെ, ത്രിപദച്ഛലേന, മൂന്നടി എന്ന വ്യാജത്താൽ, ക്ഷ്മാം, ഭൂമിയെ, ജഗൃഹേ, ഗ്രഹിച്ചു, ഇമാൻ ലോകാൻ, ഈ ലോകങ്ങളെ, വിചക്രമേ, ആക്രമിച്ചു, പ്രഭുഭി, പ്രഭുക്കന്മാരാലും, പഥി, സന്മാർഗത്തിൽ, ചരൻ, സഞ്ചരിക്കുന്നവൻ, യാജ്ഞാം ഹൃദേ, യാജ്ഞ കൊണ്ടല്ലാതെ, ന ചാല്യ, ചലിപ്പിക്കപ്പെടുവാൻ യോഗ്യനല്ല. യാഗങ്ങളുടെ അധിഷ്ഠാന ദൈവമായ ഭഗവാൻ അതിഥിയുടെ പുത്രന്മാരായ 12 ആദിത്യന്മാരിൽ വെച്ച് വയസ്സുകൊണ്ട് താണവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് എത്രയും ഉയർന്നവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ വാമനൻ എന്ന പേരോടുകൂടെ അതിഥിയിൽ നിന്ന് അവതരിച്ച ആ ഭഗവാൻ മഹാബലിയുടെ സത്രത്തിൽ ചെന്ന് 3 അടി വിസ്താരമുള്ള ഭൂമി നൽകണമെന്ന് യാചിച്ചിട്ട് 3 ലോകങ്ങളെയും 3 അടിയായി അളന്ന് കൈവശപ്പെടുത്തി. മഹാപ്രഭുവായ ഭഗവാൻ യാചിച്ചത് എന്തിനെന്നാൽ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവനെ ജയിക്കണമെങ്കിൽ യാചിക്കുക തന്നെ വേണം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാമനാവതാര കഥയാണ്
ഈ 17ാമത്തെ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത് തീർന്നില്ല. ശ്ലോകം 18. നാർത്ഥോ ബലേരയമുരുക്രമപാദശൗചമാപ ശിഖാധൃതവതോ വിബുധാധിപത്യം യോ വൈ ത്രിപ പ്രതിശ്രുതമൃതേ ന ചികീർഷതന്യതാത്മാനമംഗ ശിരസാ ഹരേഭിമേനേ. ഉരുക്രമപാദശൗചം, ഭഗവാന്റെ പാദശുദ്ധി ചെയ്തതായ ആപ തീർത്ഥങ്ങളെ ശിഖാധൃതവത ശിഖകളിൽ ധരിച്ച ബലേഹെ ബലിക്ക് വിബുധാധിപത്യം ദേവേന്ദ്ര നില വിബുധാധിപത്യം ദേവേന്ദ്ര നില സ്ഥാനം ന അർത്ഥ പുരുഷാർത്ഥമല്ല. വൈ യാതൊരുത്തൻ അംഗ ഹേ നാരദ പ്രതിശ്രുതം ഹൃദേ പ്രതിജ്ഞ ചെയ്തതിനെ ഒഴിച്ച് അന്യത് മറ്റൊന്നിനെ ന ചികീർഷത് ചെയ്യുവാൻ ഇച്ഛിച്ചില്ല. ശിരസ ശിരസ്സുകൊണ്ട് ആത്മാനം ആത്മാവിനെ ഹരയെ ഹരിക്കായിക്കൊണ്ട് അഭിമേനെ സമർപ്പിച്ചു. ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്ത തീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച മഹാബലിക്ക് ഇപ്പോൾ ബലാത്കാരമായി സമ്പാദിച്ചതും ഇനി ഭഗവാൻ സന്തോഷിച്ചു കൊടുക്കാൻ പോകുന്നതുമായ ദേവാധിപത്യം എന്ന നിലയും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹേ നാരദ, ആ മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരോധമായി മറ്റൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാതെ തന്റെ ശരീരത്തെ നമസ്കാരപൂർവം ശ്രീഹരിക്കായിക്കൊണ്ട് സമർപ്പിച്ചില്ലയോ? വാമന അവതാരത്തെക്കുറിച്ചും ആ വിശ്വരൂപ ദർശനത്തെക്കുറിച്ചും ബലിയുടെ ഭാവത്തെക്കുറിച്ചും ഈ 17-18 ശ്ലോകങ്ങളിലൂടെ വിവരിച്ചു. ഇനി ശ്ലോകം 19. തുഭ്യം ജനാരദഭൃശം ഭഗവാൻ വിവൃദ്ധഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവ ശരണാ വിദുരഞ്ജസൈവ. നാരദ, ഹേ നാരദ, വിവൃദ്ധഭാവേന വർദ്ധിച്ചതായ ഭക്തിയാൽ പരിതുഷ്ട ഏറ്റവും സന്തോഷിച്ച ഭഗവാൻ ശ്രീഹരി തുഭ്യം നിനക്കായിക്കൊണ്ട് ആത്മസതത്വദീപം ആത്മസതത്വദീപം ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതും ഭാഗവതം ഭഗവാനെ സംബന്ധിച്ചതുമായ, ഭാഗവതം എന്നാൽ അർത്ഥം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ സംബന്ധിച്ചത്. ജ്ഞാനം ച ജ്ഞാനത്തെയും യോഗം യോഗത്തെയും സാധു നല്ലവണ്ണം ഉവാച ഉപദേശിച്ചു. വാസുദേവ ശരണാഹ വാസുദേവൻ തന്നെ രക്ഷയെന്ന് കരുതിയിരിക്കുന്നവർ യാതൊന്നിനെ അഞ്ജസായേവ പ്രയാസം കൂടാതെ തന്നെ വിദു അറിയുന്നു. ഹംസാവതാരത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലയോ നാരദ, അങ്ങയുടെ അധികരിച്ചതായ ഭക്തിയാൽ സന്തോഷിച്ച ഭഗവാൻ അങ്ങയ്ക്ക് ആത്മതത്വത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ചതും ജ്ഞാനസാധനവുമായ ഭക്തിയോഗത്തെ ഉപദേശിച്ചുവല്ലോ. വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറച്ചിരിക്കുന്നവർ ആ ഭക്തി യോഗ സാരത്തെ നന്നായി അറിയുന്നവരാകുന്നു. ശ്ലോകം 20. ചക്രദ്വിക്ഷ്വവഹിതം ചക്രം ജദിക്ഷ്വബീഹതം ദശസുസ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസു സമം വ്യദധൽ
സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ട ഔഷധിം പ്രഥയം ചരിത്രൈഃ. മനുവംശധര, മനുവംശത്തെ നിലനിർത്തുന്ന ഭഗവാൻ, ദശസു ദിക്ഷു, 10 ദിക്കുകളിലും അവിഹതം തടസ്സമില്ലാത്തതായ, അതായത് തടസ്സമില്ലാത്തതായ അവിഹതം, സ്വതേജ തന്റെ ശക്തിയാകുന്ന ചക്രം, ചക്രത്തെ മന്വന്തരേഷു മന്വന്തരങ്ങളിൽ വിഭർത്തി ഭരിക്കുന്നു. ദുഷ്ടേഷു ദുഷ്ടന്മാരായ രാജസു രാജാക്കന്മാരിൽ ദമം ദമത്തെ വ്യദധാൽ ധരിച്ചു. ചരിത്രൈഹി ചരിത്രങ്ങൾ കൊണ്ട്, ത്രിപൃഷ്ഠേ 3 ലോകങ്ങളുടെ ഉപരിയിലുള്ള സത്യേ സത്യലോകത്തിൽ, ഉഷധീം മനോഹരയായ സ്വകീർത്തിം തന്റെ കീർത്തിയെ പ്രഥയൻ പ്രസിദ്ധപ്പെടുത്തുവാനായിരുന്നു. മനുവിന്റെ പരമ്പരയെ നിലനിർത്തുന്നതിനായി മനുരൂപത്തെ ധരിച്ച ഭഗവാൻ 10 ദിക്കുകളിലും വ്യാപിച്ച തന്റെ തേജസ്വരൂപമായ ആജ്ഞാചക്രത്തെ എല്ലാ മന്വന്തരങ്ങളിലും ധരിക്കുന്നു. തന്റെ ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളുടെയും ഉപരിയിലിരിക്കുന്ന സത്യലോകത്തിലും മനോഹരയായ കീർത്തിയെ വ്യാപിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാരിൽ ദണ്ഡത്തെ ഏർപ്പെടുത്തുന്നു. മനുവിന്റെ കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതായത് സ്വയംഭൂമനു, ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായ ലോകത്തിലെ ആദി രാജാവായ സ്വയംഭൂമനു, ആ മനുവാണ് ഈ ലോകത്തെ മന്വന്തരങ്ങളിലൂടെ നിലനിർത്തുന്നത്. അങ്ങനെയാണ് 14 മന്വന്തരങ്ങൾ എന്ന വിഷയം വന്നിരിക്കുന്നത്. ആ മനുവിന്റെ വംശമാണ് മനുഷ്യര്. അതുകൊണ്ട് ആ മനു ഭഗവാന്റെ തന്നെ ഒരു അവതാര സ്വരൂപമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 21. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാംനാ നൃണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേ ച ഭാഗമമൃതായുവവാവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യ ലോകേ. ലോകേ ലോകത്തിൽ സ്വയം കീർത്തി ഏവ കീർത്തി തന്നെ സ്വരൂപത്തോടുകൂടിയ ധന്വന്തരിഹി ധന്വന്തരിയായിട്ട് അവതരിച്ചിട്ട് പുരുരുജാം അധിക രോഗങ്ങളോടുകൂടിയ പുരുരുജാം അധിക രോഗങ്ങളോടുകൂടിയ നൃണാം മനുഷ്യരുടെ രുജ രോഗങ്ങളെ ആശു ക്ഷണത്തിൽ ഹന്തി ഹനിക്കുന്നു. അമൃതായു നാശമില്ലാത്ത ആയുസ്സിനെ നൽകുന്നവൻ. യജ്ഞേ യാഗത്തിൽ ഭാഗത്തെ അവാവരുന്ധേ ലഭിച്ചു ആയുഹു വേദം ആയുസ്സിനെ സംബന്ധിച്ച വേദത്തെ അനുശാസ്തി പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാൻ ലോകത്തിൽ താൻ തന്നെ കീർത്തിസ്വരൂപനായി ധന്വന്തരി എന്ന് പേരോടുകൂടിയവനായി അവതരിച്ചിട്ട് അനേക രോഗങ്ങളോടുകൂടിയ ജനങ്ങളുടെ രോഗങ്ങളെ സ്വനാമോച്ചാരണം എന്ന ദിവ്യൌഷധത്താൽ തന്നെ സംഹരിക്കുകയും നാശരഹിതമായ ആയുസ്സിനെ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അസുരന്മാർ വിരോധിച്ചതായ തന്റെ യാഗഭാഗത്തെ പ്രാപിച്ചു ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. ശ്ലോകത്തില്, അതായത് 21-ാമത്തെ ഈ ശ്ലോകത്തിലൂടെ ധന്വന്തരി യുടെ ആ പ്രാദുർഭാവം അവതാരം ആണ് വർണ്ണിക്കുന്നത്. അടുത്തത് 22 ശ്ലോകം. ക്ഷത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മധൃഗുജ്ജിത പഥം നരകാർത്തിലിപ്സു
ഉദ്ധന്ത്യസാപവനികണ്ഠകമുഗ്രബീജ്യസ്ത്രിസപ്തകൃത്വ ഉരുധാര പരശ്വധേന ക്ഷയായ നാശത്തിനായിക്കൊണ്ട് വിധിന ദൈവത്താൽ ഉപഭൃതം വർദ്ധിപ്പിക്കപ്പെട്ടതും ബ്രഹ്മധുക് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദ്രോഹത്തെ ചെയ്യുന്നതും ഉച്ഛിതപഥം ഉപേക്ഷിക്കപ്പെട്ട സന്മാർഗത്തോടുകൂടിയതും നരകാർത്തിലിപ്സു നരകദുഃഖത്തെ പ്രാപിപ്പാനിച്ഛയോടുകൂടിയതും അവനികണ്ഠകം ഭൂമിക്ക് മുള്ളുപോലിരിക്കുന്നതുമായ ക്ഷത്രം ക്ഷത്രജാതിയെ ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം ഉഗ്രവീര്യ അധികരിച്ച വീര്യത്തോടുകൂടിയ മഹാത്മാ അസൗ മഹാത്മാവായ ഭഗവാൻ ഉരുധാരവരശ്വധേന മഹത്തായ മൂർച്ഛയോടുകൂടിയ കുഠാരത്താൽ ഉദ്ധന്തി ഉന്മൂലനാശം ചെയ്യുന്നു. ലോകത്തിന്റെ നാശത്തിനായിക്കൊണ്ട് ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെട്ടതും സന്മാർഗത്തെ തെറ്റി നടക്കുന്നതും നരകദുഃഖത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നതോ എന്നു തോന്നുമാറ് ലോകത്തെ ദുഃഖിപ്പിക്കുന്നതുമായ ക്ഷത്രവർഗത്തെ ഉഗ്രമായ പരാക്രമത്തോടുകൂടിയ ഈ ഭഗവാൻ പരശുരാമനായി അവതരിച്ചിട്ട് അത്യന്തം മൂർച്ചയുള്ളതായ തന്റെ കുഠാരം എന്ന ആയുധത്താൽ 21 പ്രാവശ്യം മൂലച്ഛേദം ചെയ്തു. പരശുരാമാവതാരം ആണ് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകം 23. അസ്മത് പ്രസാദ സുമുഖകലയാകലേശ ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർനിദേശേ തിഷ്ഠൻ വനം സദയിതാനുജാവിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ഛൽ. അസ്മത് പ്രസാദ സുമുഖ ഞങ്ങൾക്ക് പ്രസാദത്തെ നൽകുന്നതിൽ സുമുഖനായ കലേശ മായയുടെ നാഥൻ കലയ അംശത്തോടുകൂടെ ഇക്ഷ്വാകുവംശത്തിൽ അവതീര്യ അവതരിച്ചിട്ട് ഗുരോഹോ ഗുരുവിന്റെ നിദേശത്തിൽ തിഷ്ഠൻ സ്ഥിതനായിട്ട് സദയിതാനുജ ദൈതയോടും അനുജനോടും കൂടിയവനായിട്ട് വനത്തെ ആവിവേശ പ്രവേശിച്ചു. ദശകന്ധര രാവണൻ യസ്മിൻ യാതൊരുവനിൽ വിരോധത്തെ ചെയ്തിട്ട് ആർത്തിം ദുഃഖത്തെ ആർച്ചൽ പ്രാപിച്ചു. ശ്രീരാമ അവതാരത്തെ പറയുന്നു. ഭൂഭാരം തീർക്കണമെന്ന് അപേക്ഷിച്ച ഞങ്ങളുടെ നേരെ അനുഗ്രഹത്തെ പ്രകാശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി തന്റെ അംശഭൂതന്മാരായ ഭരതാദികളോടുകൂടെ ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചു. പിതാവായ ദശരഥന്റെ ആജ്ഞയെ പരിപാലിക്കുവാനായിട്ട് ഭാര്യയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ വനത്തിൽ ചെന്നു. ആ ഭഗവാന്റെ നേരെ വിരോധം പ്രകാശിപ്പിച്ച രാവണൻ നാശത്തെ പ്രാപിക്കുകയും ചെയ്തു. ശ്രീരാമാവതാരം ചുരുക്കി വർണ്ണിക്കുന്നു. ഈ ശ്ലോകത്തിലൂടെ ചുരുക്കി വർണ്ണിച്ച് ഇനി അടുത്ത ശ്ലോകവും ശ്രീരാമാവതാരത്തെ കുറിച്ച് വർണ്ണിച്ചു തരും. ഇങ്ങനെ ഇനി അങ്ങോട്ട് അവതാരങ്ങളെ കുറിച്ചാണ് ഓരോന്നായിട്ട് വർണ്ണിക്കുന്നത്. നമുക്കിവിടെ ഈ പാഠത്തില് 23 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധയോടുകൂടി പഠിക്കുക. അടുത്ത പാഠത്തിലൂടെ നമുക്ക് അടുത്ത ശ്ലോകഭാഗങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധയോടുകൂടി
മനസ്സിരുത്തി പലതവണ ആവർത്തിച്ച് കേട്ട് പഠിക്കുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നമസ്കാരം.